ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവയ്ക്കാതെ ഭാരതം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒപ്പുവയ്ക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നു. പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് സംയുക്ത പ്രസ്താവനയിൽ പരാമർശമില്ല. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിലാണ് സംയുക്ത പ്രസ്താവനയിൽ ഭാരതം ഒപ്പുവയ്ക്കാതെ മാറി നിന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒപ്പുവയ്ക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് സംയുക്ത പ്രസ്താവനയിൽ പരാമർശം ഇല്ല. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇപ്പോൾ പ്രതിരോധ മന്ത്രി ഈ സഹകരണ ഉച്ചകോടിയിൽ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെക്കാതെ മാറി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ സംയുക്ത പ്രസ്താവനയിൽ നിന്നും അത് ഒപ്പുവെക്കുന്നതിൽ നിന്നും വിട്ടുനിന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെക്കാതെ രാജ്നാഥ് സിംഗ് തൻ്റെ എതിർപ്പ് അറിയിച്ചിരിക്കുന്നു. ഭീകരവാദം, മേഖലയിലെ സുരക്ഷ എന്നിവയിൽ ഇന്ത്യയുടെ നിലപാടിൽ വെള്ളം ചേർക്കുന്നതാകും ഈ ഒപ്പുവയ്ക്കുന്ന നടപടിയെന്ന് അദ്ദേഹം വിശദീകരണം നൽകിയിട്ടുണ്ട്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ ശക്തമായ നിലപാടാണ് തീരുമാനത്തിലൂടെ വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഈ രാജ്നാഥ് സിംഗിനെയും ഇന്ത്യയും ചൊടിപ്പിച്ച ചില കാര്യങ്ങൾ ആ സംയുക്ത പ്രസ്താവനയിൽ ഉണ്ടായിരുന്നു. അതായത് പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് സംയുക്ത പ്രസ്താവനയിൽ പരാമർശമേയില്ല എന്നുള്ളതാണ് ഇന്ത്യയെ ചൊടിപ്പിച്ചത്. ബലൂചിസ്ഥാനിലെ, അതായത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളെ ഭീകരവാദ പ്രവർത്തനങ്ങൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സംയുക്ത പ്രസ്താവന. അതിനാൽ കൂടിയാണ് ഇന്ത്യ ഇതിൽ നിന്നും ഒപ്പുവെക്കില്ല എന്ന നിലപാടെടുത്തത്. തുടർന്ന് ഈ സംയുക്ത പ്രസ്താവന ഇറക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യം, ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യം വിട്ടുനിന്നുകൊണ്ട് അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദം, അതിന് എതിരായി കർശനമായ നടപടി വേണം, നിലപാട് വേണം എന്ന് രാജ്നാഥ് സിംഗ് ആ ഉച്ചകോടിയിൽ സംസാരിക്കവേ പറഞ്ഞിരുന്നു. പാകിസ്ഥാനെ തുറന്നെതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പഹൽഗാം ഭീകരാക്രമണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ആ സംയുക്ത പ്രസ്താവനയിൽ അതേക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഇല്ലാത്തതിനാൽ വിട്ടുനിൽക്കാനും അതിൽ ഒപ്പുവയ്ക്കേണ്ട എന്നും തീരുമാനിച്ചിട്ടുണ്ട്. ശരി.